ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോന്ന്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാൾ മാതാപിതാക്കളെ വെട്ടിയതിന് ശേഷം ഒരു കൂസലുമില്ലാതെ അയൽവക്കത്തെ ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞ വാചകങ്ങളാണ്. ശരിക്കും ഓരോ ദിവസവും നമ്മുടെ ക്രൈമിൻ്റെ പാറ്റേണുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിക്രൂരമായ കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 100 രൂപ കൊടുത്തില്ല എന്നൊരു പ്രശ്നത്തിൽ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് മാതാപിതാക്കളെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് ബാബുവിനെ എത്തിച്ചത്. ശരിക്കും എന്താണ് ഏട്ടാ ഈ ഒരു കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തായിരുന്നു ഇയാൾക്ക് ഈ പ്രകോപനം ഉണ്ടാകാനുള്ളൊരു കാരണം? ഇത് മാത്രമായിരുന്നോ? ബാബു സ്ഥിരം പ്രശ്നക്കാരനാണ്. ആ വീട്ടിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇയാൾ ഇറച്ചിവെട്ട് കടയിലായിരുന്നു ഇയാളുടെ ജോലി. ഇറച്ചിവെട്ടുകാരൻ. അതിനുശേഷം ഇയാൾ ഇവിടെ പഴക്കടയുണ്ടല്ലോ, അവിടെയും ജോലിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ സ്ഥിരം മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അതാണ് ഇയാളുടെ പരിപാടി. ഈ ബാബുവിൻ്റെ ഒപ്പം മാതാപിതാക്കളുമാണ് താമസം. പലപ്പോഴും മിക്ക വീടുകളിലും അങ്ങനെയാണ്. ലഹരിക്കടിമയായിട്ടുള്ള മകനോടൊപ്പമായിരിക്കും മാതാപിതാക്കളുടെ താമസം. കാരണം അവർക്ക് വേറെ ഇയാളെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ജനിച്ചു പോയ ആളാണ്, മകനാണ്, അത്രയും സ്നേഹത്തോടെ വളർത്തിയതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് മാതാപിതാക്കൾ ഇയാളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ആലപ്പുഴ മന്നത്ത് വാർഡ് പനവേലിപ്പുരയിടത്തിൽ തങ്കരാജൻ എന്നാണ് ബാബുവിൻ്റെ പിതാവിൻ്റെ പേര്. തങ്കരാജൻ, 68 വയസ്സാണ് തങ്കരാജൻ. അതുപോലെ ഭാര്യ ആഗ്നസ്. ഇവരെ രണ്ടുപേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തിയതിന് ശേഷം അയൽ വീട്ടിൽ വന്ന് പറഞ്ഞ വാചകമാണ് ജയശങ്കർ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഇയാൾ സഹോദരിയെ വിളിച്ച് പറയുന്നത്, സഹോദരി കുറച്ച് ദൂരെയാണ്, സഹോദരി മഞ്ജുവിനെ വിളിച്ച ഒരു അധ്യാപികയാണ്. അവരെ വിളിച്ചിട്ട് ഇങ്ങനെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കാര്യം അവരെ വിളിച്ച് പറയുന്നുണ്ട്. ഇയാളെ പിടികൂടുന്നത് തന്നെ അതിനുശേഷം ഇയാളങ്ങ് പോവുകയാണ്. അതിനിടയ്ക്ക് എന്നിട്ട് വണ്ടി ചോദിക്കുന്നുണ്ട്. അയലത്തെ വീട്ടിൽ ചെന്നിട്ട് വാഹനം ചോദിച്ചപ്പോൾ ആ വീട്ടിലെ സ്ത്രീ അയൽക്കാർ കൊടുത്തില്ല. മകൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ്, ഇയാൾ ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് നിൽക്കുന്നതുകൊണ്ട് മകൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു വിട്ടു. ഇയാൾ പക്ഷേ ഈ മാതാപിതാക്കളെ കൊണ്ടുപോകാനായിരുന്നിരിക്കല്ലേ? അതോ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനോ ആയിരിക്കാം, അറിയില്ല. മാതാപിതാക്കളെ കൊണ്ടുപോകാനായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത് വന്ന് പറയേണ്ട കാര്യമില്ല. മാത്രമല്ല ആക്രോശത്തോടു കൂടി ഇല്ലേ? അതെ, എന്ന് വന്ന് പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, പിന്നെ ഇയാളെ പിടികൂടുന്നത് ബാറിൽ നിന്നാണ്. പോലീസ് പിടികൂടുന്നത് ബാറിൽ നിന്നാണ്. ഇയാള് മാതാപിതാക്കളെ കൊന്നതിന് ശേഷം ഇയാള് ബാറിലിരുന്ന് മദ്യപിക്കുക. നമ്മുടെ അഫാനെ ഓർത്തു പോയതാണ്. അതെ അല്ലെ, അഫാനും അയാളെ സംബന്ധിച്ച് ക്രൂര കൊലപാതകം, ഗേൾഫ്രണ്ടിനെ കൊന്ന് ഇരുത്തിയതിനു ശേഷം നേരെ പോയത് ബാറിലേക്കാണ്. അതുപോലെയാണ് ഇയാളും പോയിരുന്നത്. ഇയാൾ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായി. കാശ് ചോദിച്ചു. പിന്നെ വിവാഹം കഴിക്കണം എന്ന് നിരന്തരം ഇയാളെ വിവാഹം കഴിപ്പിക്കണം. കാരണം ഇങ്ങനെ നടക്കുന്ന ഒരാളെ, ഇത്രയും പ്രായമുള്ള ഒരാളെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കണം. അതെ, മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കണം. ഇത്രയും പ്രായമുള്ള ആളാണ്. അത് കൂടാതെ ഇയാൾ ലഹരിക്കടിമയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ സ്ത്രീകൾ താല്പര്യപ്പെടില്ലല്ലോ. ഇത്രയും പ്രായവും കൂടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് നിരന്തരം അത് പറഞ്ഞിട്ട് വഴക്ക്. പിന്നെ ഈ അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് കാശ് ചോദിക്കുന്നു. 100 രൂപ ചോദിച്ചാണ് തുടക്കം. മദ്യപിക്കാനാണ്. അപ്പോൾ കാശില്ല എന്ന് പറയുന്നു. ആ കാശില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് ഇയാൾ തങ്കരാജനെയും ആഗ്നസിനെയും കൊലപ്പെടുത്തുന്നത്. ഈ ആഗ്നസിനെ ഇത് പറഞ്ഞതിന് ശേഷം അയൽക്കാർ ഓടി വരുമ്പോൾ തങ്കരാജ് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അയാൾക്ക് ജീവനില്ല. പക്ഷെ ആഗ്നസ് ദേഹമാസകലം വെട്ടേറ്റിട്ടുണ്ടെങ്കിലും ജീവനുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ സമയത്ത് ജീവനുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണപ്പെടുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മാതാപിതാക്കളെ കൊലപ്പെടുത്തുക എന്നുള്ളത്, മക്കൾ കൊലപ്പെടുത്തുന്ന കേസുകൾ, അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ, പണ്ടൊക്കെ അങ്ങനെ ഇല്ലല്ലോ. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വല്ലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു. ഇന്നിപ്പോൾ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത. അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്കതൊരു ഒരു രീതിയിൽ പ്രതികരണമായിരിക്കല്ല. പക്ഷെ എന്താണ് കേൾക്കുമ്പോൾ ആ കൊലപാതകത്തിന് കാരണമായ ഒരു കാരണം എന്ന് തോന്നുമെങ്കിലും ചെയ്യും അല്ലേ? അന്നത്തെ കാലത്തേക്ക് ഇപ്പോൾ 100 രൂപ കൊടുത്തില്ല, മദ്യപിക്കാൻ ഷെയറിന്റെ കാശ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു കൊലപാതകം നടന്നത്, അമ്മയെ കൊന്നതിന് ശേഷം നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീടാണ് കണ്ടെത്തിയത് മകൻ തന്നെയാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. അങ്ങനെ പ്രമാദമായ എത്രയോ കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. അതെല്ലാം ഓർക്കുന്നില്ല. എനിക്ക് ജന്മം നൽകിയതിന്റെ കാരണം പറഞ്ഞിട്ട് അമ്മയെ കൊലപ്പെടുത്തി. അല്ല, അത് നേരത്തെയുള്ള ഒരു കേസുണ്ട്. അത് നേരത്തെയുള്ള, ഇത് ഇപ്പൊ ഈ ഒരാഴ്ച ആയതേ ഉള്ളൂ ഒരു കേസ്. നമ്മൾ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റിയില്ല.
അത് നമുക്ക് പറയാം. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ മദ്യപാനം മാത്രമല്ല, ലഹരി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ലഹരി നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഇയാൾ ഒരു 40 പുറത്ത് പ്രായമുള്ള 45 വയസ്സോ മറ്റോ ഉള്ള 43 തോന്നുന്നു വയസ്സ് പ്രായമുള്ള ഒരാളാണ്. ബാക്കി ചെറുപ്പക്കാരൊക്കെ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്നത് മാതാപിതാക്കളുമായിട്ടാണ് സംഘർഷത്തിലേർപ്പെടുന്നത്. വീട്ടിൽ ചെല്ലുന്നു, എന്തെങ്കിലും പറയുന്നു, മാതാപിതാക്കളുമായി സംഘർഷത്തിലേർപ്പെടുന്നു. ഇവരെ ഭയന്നാണ് പലപ്പോഴും മാതാപിതാക്കൾ, ഈ മക്കളെ ഭയന്ന് വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ്. ഇവരെ എന്നാൽ ചേർത്ത് പിടിക്കാൻ അവർ മാക്സിമം നോക്കുന്നുണ്ട്. ഇവരെ എവിടെയെങ്കിലും ഇവരെ ഭയക്കുക എന്ന് പറയുമ്പോൾ ഇവരെ എവിടെയെങ്കിലും, അപ്പോൾ നമുക്ക് ചോദിക്കുക എന്തുകൊണ്ട് ഇവരെ ചികിത്സിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ചിലവുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു തുക ചിലവാകും. അതുമാത്രമല്ല, അവിടെ ആക്കിയാൽ 2-ാം ദിവസം ചാടിപ്പോരുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. പിന്നെ ഇതെങ്ങനെയൊക്കെ കൊണ്ട് ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ ആക്കിയാൽ അതൊരു നാണക്കേടാവുമല്ലോ എന്ന് ഓർക്കുന്ന മാതാപിതാക്കളും പലപ്പോഴും ഉണ്ട്. ഈ മക്കളിൽ തന്നെ മറ്റു മക്കളൊക്കെ നല്ല നിലയിലായിരിക്കും, ഈ ഒരാൾ മാത്രമായിരിക്കും ആ കുടുംബത്ത് ഇങ്ങനെ വഴിതെറ്റിപ്പോയി. അപ്പോൾ അവനെ ചേർത്ത് പിടിക്കണമല്ലോ, അവൻ മാത്രം വഴിതെറ്റിപ്പോയി എന്നാൽ അവനെ കൂടെ കൂട്ടണമെന്നുള്ള ചിന്ത കാലങ്ങളായിട്ട് ഈ പറഞ്ഞ കണക്ക് അവരോടൊപ്പം കഴിയുന്നത് ഈ കുടിയനായ പുത്രനൊക്കെ ആയിരിക്കാം. അതെ, അതുകൊണ്ടൊരു സ്നേഹം കൂടുതലും ചിലപ്പോൾ കൂടുതലുണ്ടാകും. പലപ്പോഴും അങ്ങനെയാണല്ലോ, വഴിതെറ്റിപ്പോകുന്ന മക്കളോട് അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് അമിതമായ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവരെ വഴിതെറ്റിപ്പോയെന്നുള്ള ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവരെ കാലത്തും അവർ വേറെ ആരും നോക്കാനും ഇല്ലല്ലോ. ചിലപ്പോൾ സഹോദരങ്ങൾ അവരുടെ വീട്ടിൽ കയറ്റണമെന്നില്ല, അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളൊന്നും അവരുടെ വീട്ടിൽ കയറ്റത്തില്ല. പിന്നെ ആകെ ആശ്രയം എന്ന് പറഞ്ഞാൽ എന്നും വഴക്കാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് ഇറക്കി വിടാതിരിക്കുന്ന ഈ വീട് മാത്രം സ്വന്തം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മദ്യം മാത്രമല്ല, ഈ സിന്തറ്റിക് ഡ്രഗ് വ്യാപകമായിട്ടുണ്ട്. ഇയാളുടെ പത്രമാധ്യമങ്ങളിൽ വന്ന ഇയാളുടെ ചിത്രത്തിൽ ഒരു ഭ്രാന്തമായ ചിരി ഇയാളുടെ മുഖത്തുണ്ട്. അല്ല, ഇയാൾക്ക് ഈ അയൽ വീട്ടിലൊക്കെ ചെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടും കുറ്റബോധമില്ല. ഈ വിവരം പറയുന്നു, ഒട്ടും കുറ്റബോധം. ഇപ്പോൾ അച്ഛനെയും അമ്മ, ഇയാളുടെ ധാരണ ഒരാൾ മരിച്ചു, മറ്റൊരാൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. ഒട്ടും കുറ്റബോധമില്ലാതെയാണ് ഇയാൾ ഇത് പറയുന്നത്. കുറ്റബോധമില്ലാതെ പറയുന്ന പ്രവൃത്തി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ആ സമയത്തുള്ള ബോധമുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുണ്ട്രയിലൊരു കൊലപാതകം നടന്നു. ഇത് സമാനമാണ്. കാരണം ഈ അമ്മ ഇയാൾക്കെതിരെ അതിനു മുമ്പ് പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസിന് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, പിടിച്ചകത്തിടാനൊന്നും പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് താക്കീത് കൊടുത്തു വിടും. അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അതും ഒരു കാരണമാകാം. ആ കുണ്ട്രയിലും അങ്ങനെ തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ പയ്യൻ ലഹരിക്ക് അടിമയായിട്ടുള്ള പയ്യനാണ്. ആ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ ചികിത്സയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ അവിടെ നിരന്തരം അമ്മയുടെ അപ്പനുമാണ് ആ വീട്ടിലുള്ളത്. നിരന്തരം പ്രശ്നം. അങ്ങനെ ആയപ്പോൾ അവർ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വസ്തു വിറ്റ കാശോ മറ്റോ അഡ്വാൻസ് വാങ്ങിച്ച കാശോ മറ്റോ കയ്യിലുണ്ട്. അപ്പോൾ അത് വേണം, അവിടെ ക്യാഷ് ആവശ്യപ്പെട്ടിട്ടാണ് വഴക്ക്. പരാതി കൊടുത്തു, പോലീസ് വന്നു. അതിന് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ജോലി സ്ഥലത്തായിരുന്ന അവർക്കൊരു സ്ഥാപനം, അതിൻ്റെ ഒരു വൈരാഗ്യം അതെ ഒരു ഹോം നേഴ്സിംഗ് സ്ഥാപനം ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ചോറ് വിളമ്പിത്തരണം, ചോറ് വേണമെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അവർ വരുന്നു. അവരെ അമ്മയെ തലക്കടിച്ചു, ചുറ്റി കൊണ്ട് തലക്കടിക്കുന്നു. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് തലയണ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു. അതും പോരാഞ്ഞ് പിന്നെ ഉളിയോ മറ്റോ കൊണ്ടിട്ട് അവരെ കുത്തി മരണം. അത്ര വൈരാഗ്യം തീരുന്നില്ല, നികൃഷ്ടമായിട്ടുമില്ല. ഈ അമ്മയുടെ അപ്പനുണ്ട്, അദ്ദേഹത്തെയും തലക്കടിച്ച് അവിടെ വീഴ്ത്തി. പക്ഷെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കുറേ ദിവസം കിടന്നതിന് ശേഷമാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ മകള് ഫോൺ ചെയ്യുമ്പോൾ അനക്കമില്ല, ആരും എടുക്കുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചു പറയുന്നു, പോയി നോക്കാൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ 2 പേര് കിടക്കുന്നത് അറിയുന്ന ഒരാൾ. അപ്പോൾ തന്നെ മരിച്ചു. പക്ഷെ ഈ പയ്യൻ ലഹരിക്കടിമയാണെന്ന് പറയുമ്പോഴും അവൻ കൃത്യമായി പോലീസിനെ പോലും വെട്ടിച്ചുകൊണ്ട് അവൻ ഈ നാട് വിട്ടിട്ട് കാശ്മീരിൽ നിന്നാണ് അവനെ പിടിക്കുന്നത്. കാശ്മീരിലുള്ള ഒരാൾക്ക് ഇവനെ കണ്ട് സംശയം തോന്നിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ്റെ വാർത്തകളിലൊക്കെ ചിത്രം കണ്ട് അവന് ആ മനുഷ്യന് ചിത്രം കണ്ടപ്പോൾ ഇവന് സംശയം തോന്നി.
ഇവനാണ് എന്ന സംശയം ആ പുള്ളിക്ക് തോന്നിയത് കൊണ്ടാണ് ഇവനെ അന്ന് പിടിക്കാൻ പറ്റിയത്. ഇവൻ ആ ജോലിക്ക് നിന്ന വീട്ടിൽ ആ വീട്ടുകാരെയും കൊന്നിട്ട് അവൻ നേപ്പാളിലേക്ക് കടക്കാനായിരുന്നു അവൻ്റെ പരിപാടി. നേപ്പാളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മാനസികമായ പ്രശ്നമോ അല്ലെങ്കിൽ ലഹരിയുടെ മത്തോ ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ചെയ്യുന്ന സമയത്താണ് ഈ ലഹരിക്ക് അടിമയായി പോയി. പക്ഷെ പലപ്പോഴും ഇത്തരം ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനോനില, കാഠിന്യം, ഞാൻ ചെയ്ത കുറ്റത്തിന്റെ ഡെൻസിറ്റി അറിയാതെ പോകും. ചെയ്ത് എന്താണെന്ന് അറിയായിരിക്കും, പക്ഷെ അത് എത്രത്തോളം ക്രൂരമായ ഒരു സംഭവമാണ് എന്ന് സ്വാഭാവിക ബോധത്തിൽ നിന്ന് ചിന്തിക്കാനുള്ള ശേഷിയില്ലാതാവുക. പക്ഷെ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് ഈ കൊലപാതകമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് യാതൊരു കൂസലും ഇല്ല, അല്ലെങ്കിൽ അതെ, ഇത് കരുതിക്കൂട്ടി ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുക, ഇവരെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുക എന്നുള്ളത് എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഇത്തരം മക്കള് വീട്ടിലുള്ളതെന്ന് പറയുന്ന പ്രായമായ മാതാപിതാക്കളെ ആ സമയത്ത് അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യേണ്ട മക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനും ഉപദ്രവം, നാട്ടുകാർക്ക് ഉപദ്രവം, ബന്ധുക്കൾക്ക് ഉപദ്രവം, അങ്ങനെ ഉണ്ടാകുന്ന മക്കള് അവസാനം ചെയ്യുന്നത് ഇങ്ങനെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, എത്രയോ വീട്ടുകാരാണ് പുറത്ത് പറയാതെ അച്ഛനും അമ്മയും ഈ ഉപദ്രവം സഹിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ഇവിടെ തന്നെ നമുക്കതും കൂടെ പറഞ്ഞ് നിർത്തി, നമ്മുടെ ആ ട്രിവാൻഡ്രത്ത് സഹോദരിയെ കൊന്ന ഒരു കേസുണ്ട്. അതിനകത്ത് അടുത്തിടയ്ക്ക് 2 സഹോദരിമാരെ അല്ല, ഈ സഹോദരിയെ ഇയാളുടെ കേസിലൊക്കെ പ്രതി ആയതുകൊണ്ട് ഇയാൾ ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അയാള് നിരന്തരം ഈ അയാളുടെ മാതാവിനെയൊക്കെ ഉപദ്രവമാണ്. പക്ഷെ എന്നാലും മാതാവിന് അയാളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെയാണ് ചില മാതാപിതാക്കൾ. എത്ര ഉപദ്രവിച്ചാലും അവർ പുറത്ത് പറയുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ അത്രയും വയസ്സായ അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, വേറെ എങ്ങും പോയി അവർക്കൊറ്റയ്ക്ക് താമസിച്ച് പിന്നെ അവരൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യവും സാമ്പത്തികവും ഒക്കെ അവരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മക്കൾ തിരുത്തപ്പെടുന്നൊരു അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മൾ കാണുന്നത്. ചേർത്ത് പിടിക്കേണ്ട കൈകൾ തന്നെ ഇവരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ശരി.